Hello guys, welcome to GS Reno, the travel vlogger. അപ്പം മച്ചാമാരെ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വലിയ ഒരു ഡാമാണ് നെയ്യാർ ഡാം. സോ നെയ്യാർ ഡാമിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. വൺ ഡേ ട്രിപ്പ് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് ബോറടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്നതും അധികം കാശ് ചിലവില്ലാത്തതും, അതുപോലെ തന്നെ ഒരു ഡാം എന്നതിനുമുപരി ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതായ ബോട്ടിങ്, പാർക്ക് പരിപാടികളുണ്ട്. ഡിയർ പാർക്കുണ്ട്, അതുപോലെ മുതല സഫാരി ഉണ്ട്, അതുപോലെ ലയൺ സഫാരി ഉണ്ട്, ലേക്ക് ഗാർഡൻസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, വാച്ച് ടവർ ഉണ്ട്, എലിഫൻറ്റ് റൈഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫുഡ് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത കാർ പാർക്കിംഗ് കാർ പാർക്കിംഗ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാമിലേക്കാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ ഈ ഡാം എപ്പോഴും ഇതുപോലെ ഓപ്പൺ ആയിരിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ആയിരുന്ന സമയത്തുള്ള വ്യൂ ആണ്. ചില സമയത്ത് ഓപ്പൺ ആയിരിക്കും, നിങ്ങളുടെ ഭാഗ്യം പോലെ ഏതായിരിക്കും. ഞങ്ങൾ വന്നപ്പോൾ ഓപ്പൺ ആയിരുന്നു, ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇത് ശരിക്കും തുറന്നിട്ടില്ല. അതിൻ്റെ ഇത് സൈസ് കുറവാണ്. ഒരുപാട് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം വരും. ഈ കാണുന്നത് ഷട്ടറിൻ്റെ അകത്തുള്ള വ്യൂസാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പ്രാവുകളൊക്കെ കൂട് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ കാണുമെന്ന് ആർക്കറിയാം. ഇതുപോലെ തന്നെ ഇതൊരു വന്യജീവികൾ ഒരുപാട് വസിക്കുന്ന ഒരു ഏരിയ കൂടെയാണ് ഇവിടെ. പാർക്ക് മാത്രമല്ല, വളരെ ജൈവ സമ്പത്തൊക്കെ ഉള്ള ഒരു ഏരിയ കൂടെയാണ് ഈ ഡാമും. അതുപോലെ തന്നെ ഡാമിൻ്റെ കൂടെ കിടക്കുന്ന ലേക്കിനോട് ചുറ്റിപ്പറ്റി ഒരുപാട് ആനിമൽസും ബേർഡ്സും ഒക്കെ ലിവ് ചെയ്യുന്ന ഒരു നല്ല ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ. നാച്ചുറൽ ഫീലിംഗ് ആണ്. ഈ കാണുന്നത് വെള്ളത്തിൻ്റെ ഫോഴ്സിൻ്റെ ലെവലാണ്. അധികം ഫോഴ്സൊന്നും ഇല്ലെങ്കിലും നല്ല ഫോഴ്സ് ഉണ്ട്. ഇത് നല്ല മഴ സമയത്തൊക്കെ ഈ ഷട്ടർ തുറക്കുമ്പോൾ ഇവിടെ ഫുൾ വെള്ളമായിരിക്കും. ഈ കാണുന്ന കനാലൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരിക്കും. നല്ല അടിപൊളി ക്യാമറയായിട്ട് വരുന്നവർക്കൊക്കെ നല്ല അടിപൊളി വ്യൂ കാണുന്നത്. അവിടെ വലിയ മലനിരകളൊക്കെ ഉണ്ട്, എങ്കിലും ചെറിയ മലനിരകളൊക്കെ കോർത്തിണക്കി ഉണ്ടാക്കിയതാണ് ഈ ഡാം. നെയ്യാർ എന്ന് പറയുന്ന ഒരു റിവറുണ്ട്. ആ റിവറിനെ അണക്കെട്ട് ചെയ്ത് അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഡാമാണ് ഈ നെയ്യാർ ഡാം. ഈ കാണുന്നത് വാച്ച് ടവറിലേക്ക് നമ്മൾ കയറി പോകുന്നു. അവിടെ നിന്ന് ഏകദേശം എനിക്കൊന്ന് 18-19 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഇതിന്. സോ അത്രയും നമ്മൾ നടന്ന് മുകളിലോട്ട് കയറി വന്നാൽ മാത്രമേ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ മുകളിലെത്താൻ പറ്റും. അവിടെ കൂടെ നമുക്ക് നടന്ന് കാണാൻ പറ്റും എങ്ങനെ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഡാമിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ എത്ര മനോഹരമായ വ്യൂ ആയിരിക്കും. വെള്ളത്തിൻ്റെ അളവുകളൊക്കെ കാണാൻ പറ്റും. ഭീകരമാണ്. ഈ കാണുന്നതൊക്കെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല മഴക്കോളുള്ളതുകൊണ്ട് മഴക്കാറുകളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഈ കാണുന്നതൊക്കെയും നെയ്യാർ ഡാമാണ്. ഇവിടം വരെയുള്ളൂ അണക്കെട്ട്. ഈ അണക്കെട്ടിൻ്റെ ഏറ്റവും മുകളിലൂടെയാണ് ഞാനിപ്പോൾ നടന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അണക്കെട്ടാണ്. ഡാമിൻ്റെ അകത്ത് കിടക്കുന്ന ലേക്ക് വ്യൂസാണ്. ഇവിടെയൊക്കെ ബോട്ടിംഗ് സർവീസുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമോ എന്ന് അറിയത്തില്ല, ബട്ട് ആ സൈഡിലൊക്കെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് പടുകൂറ്റൻ നെയ്യാർ ഡാം. ഇവിടെ നിന്ന് നെയ്യാറിൻ്റെ ഡാം കെട്ടി വെള്ളം എടുക്കുന്നുണ്ട്. ജലസേചന പദ്ധതികളൊക്കെ ഉണ്ട്. ഒരുപാട് കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ ഇവിടെയുണ്ട്. സോ ഈ കാണുന്നതാണ് ഷട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷട്ടറിൻ്റെ ഭാഗങ്ങൾ. ഇതൊക്കെ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് സ്വിച്ചിട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി തുറക്കും, ഓട്ടോമാറ്റിക്കലി അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന ലെവൽ സെറ്റിങ്സൊക്കെ ഉള്ള ഒരു ഡാമാണ്. പിന്നെ ചുറ്റും കാണുന്ന ചെറിയ ചെറിയ മലകളാണ്. അതൊക്കെ വലിയ മലകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ മലകളാണ്. ആ മലകളുടെ ഏകദേശ ലെവലുകളിലൊക്കെ ഉണ്ട് വാട്ടറിൻ്റെ അളവ് നല്ല കൂടുതലായിട്ടുണ്ട്. ക്യാമറയൊക്കെ പിടിച്ച് വീഡിയോ എടുക്കുന്നവർ സൂക്ഷിച്ച് പിടിക്കുക. അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനായിട്ട് ഒരു പരിപാടിയില്ല, അവിടെ ഇറങ്ങാനൊന്നും സംഭവിക്കത്തില്ല. അതുപോലെ ഇവിടെ മുതലയൊക്കെ ഉള്ള ഏരിയയാണ്. ഇത് മുകളിലത്തെ വ്യൂ ആണ്. കണ്ടോളൂ, എത്ര സുന്ദരമാണല്ലേ. കേരളത്തിൻ്റെ തനിമയുള്ള ഊഷ്മളതയുള്ള ഹരിതാപമുള്ള പച്ചപ്പുള്ള
ചെറിയ മലനിരകളുടെ മുകളിലൂടെയുള്ള ഒരു വ്യൂ ആണ്. സുന്ദരമാണ്. ഈ കാണുന്നത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നതിൻ്റെ ഡ്രിസ്ലിംഗ് അടിക്കുന്ന വെള്ളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇത്രയും വ്യൂ, ഇത്രയും നീളത്തിൽ ഈ കാണുന്നതൊക്കെ താഴെ ഭാഗമാണ്. ഡാമിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വ്യൂ ആണ്. ഇത് നമ്മൾ പോയ സമയത്ത് ബോട്ടിങ്ങിന് എത്തിയെങ്കിലും ബോട്ടിങ്ങിന് കയറാൻ പറ്റില്ല, ഭയങ്കര മഴയായിരുന്നു. എന്താ ഒരു മഴ! ഈ മഴയത്തൊന്നും അവർ ബോട്ടിങ് ചെയ്യത്തില്ല. ബോട്ടിങ്ങിനൊരു സമയമുണ്ട്, എനിക്ക് തോന്നുന്നു 4:30-5 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ ബോട്ടിങ്. അത് കഴിഞ്ഞാൽ ബോട്ടിങ് നടക്കത്തില്ല. അത് മഴയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. സോ ഈ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, നല്ല വലിയ ബോട്ടിങ്, നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. അടിപൊളിയായിട്ട് ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പേസാണ് ഈ നെയ്യാർ ഡാം. ജസ്റ്റ് ഡാമായിട്ട് മാത്രം കാണില്ല, അവിടെ ഒരുപാട് എൻജോയ്മെൻ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അടിച്ചു പൊളിക്കാം.